ആഹാ, എന്തൊരു ഭംഗിയാണ്! എന്ത് രസമാണെന്നോ എന്റെ ഈ ഗോൾഡൻ സിറ്റി. ഒന്ന് കൂട്ടുകാരൊത്ത് കളിക്കാൻ മനസ്സു പറയുന്നു. എന്തായാലും നോക്കാം. അതെ കൂട്ടുകാരെ, രക്ഷപ്പെട്ടോളൂ. എന്റെ ദൈവമേ! അയ്യോ, എന്തു പറ്റി നിങ്ങൾക്ക്? ഞാനാരെയും ഉപദ്രവിക്കാൻ വന്നല്ലോ. പിന്നെന്താ? ബെറ്റി, കൂട്ടുകാരെല്ലാം പേടിച്ചു പോയോ? പേടിക്കണ്ട, ഇത് ഞാനാ, കാർലോസ്. അതുകൊണ്ട് തന്നെയാ ഞങ്ങൾ പേടിച്ചു പോയത്. പേടിക്കണ്ട, വാന്നേ, നമുക്ക് കളിക്കാം, കുറച്ച് സംസാരിക്കുകയും ചെയ്യാം. ഓ പിന്നെ, കൂട്ടുകൂടാൻ വന്നിരിക്കുന്ന ഒരാള്. കാർലൂസേ, നീ പോയേ. എന്താ ഇങ്ങനെ പറയുന്നേ? പിന്നെ എങ്ങനെ പറയണം? നിന്നോട് ഞങ്ങൾക്ക് കൂട്ടുകൂടണ്ട. എന്നാലും എന്താ എല്ലാവർക്കും എന്നെ ഇത്ര പേടി? കാർലൂസ്, നീ ഇവിടുന്ന് പോകുന്നുണ്ടോ? പെറ്റി, അവൻ പോകണ്ട, നമുക്ക് പോകാം, വാ. ഞാൻ അവരെ ബുദ്ധിമുട്ടിച്ചോ? സാരമില്ല, ഇവർ മാത്രമല്ലല്ലോ ഇവിടെ ഉള്ളത്, വേറെയും ആൾക്കാരുണ്ടല്ലോ, നോക്കാം. ആരെയും ഇന്ന് കാണുന്നില്ലല്ലോ. ഇത് നമ്മുടെ മാഗിയുടെ കുട്ടികളല്ലേ? എന്തായാലും കൊള്ളാം. ഇനി ഇവരുടെ കൂടെ ആവട്ടെ ഇന്നത്തെ കളി. ഹായ് കുട്ടികളെ. കുട്ടികളെ നിൽക്കൂ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതെ കുട്ടികളെ നിൽക്കൂ, കുട്ടികളെ. ആഹാ, അത്രയ്ക്കായോ അവൻ? ഇന്ന് ഞാൻ അവനെ. ഹായ് മാഗി, എന്നെ കണ്ട് കുട്ടികൾ പേടിച്ചു പോയെന്ന് തോന്നുന്നു. ഞാൻ കാർലോസ്, എന്തിനാ എന്റെ കുഞ്ഞുങ്ങളെ പേടിപ്പിച്ചേ? അയ്യോ, എന്താ ഈ പറയുന്നേ? ഞാൻ അവരെ പേടിപ്പിച്ചെന്നോ? ഞാൻ അവരുടെ കൂടെ കൂട്ടുകൂടാൻ പോയതല്ലേ. എന്നെ കണ്ടതും അവരോടി, ഞാനും അവരുടെ പിറകെ ഓടി. അതെ കുഞ്ഞുങ്ങളെ, വരൂ, വാന്നേ. ഓ, ഞങ്ങളുടെ കൂടെ കൂട്ടുകൂടാൻ വന്നതാണോ? ഹായ്, നല്ല രസായിരിക്കും. വേണ്ട, ഇത് ശരിയാവില്ല കുഞ്ഞുങ്ങളെ. എന്തു പറ്റി അമ്മേ? ഈ കാർലോസ് ശരിയല്ല. നമുക്ക് അവന്റെ കൂട്ടു വേണ്ട മക്കളെ. നിങ്ങൾക്ക് കളിക്കാൻ കൂട്ടുകാർ ഇഷ്ടം പോലെ ഇല്ലേ? മാഗി, ഞാൻ കാർലോസ്, ഇത് ശരിയാവില്ല. മാഗി, ഞാൻ തനിച്ചായതുകൊണ്ടല്ലേ കുഞ്ഞുങ്ങളുമായി കൂട്ടുകൂടാമെന്ന് കരുതിയത്. കാർലോസ്, ഞാൻ പറഞ്ഞില്ലേ പറ്റില്ല എന്ന്. കുഞ്ഞുങ്ങളെ വാ, നമുക്ക് പോകാം ഇവിടുന്ന്. വരൂ, നമുക്ക് പോകാം. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എല്ലാവരും എന്നെ ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്നത്? സാരമില്ല. എന്തായാലും നോക്കാം, വേറെ ആരെങ്കിലും കൂട്ടുകൂടാൻ കിട്ടുമോന്ന്. ജോലിയുടെ ശബ്ദമല്ലേ ആ കേൾക്കുന്നത്? എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം.
ഞാൻ ഇപ്പൊ കാണിച്ചു തരാം മോളെ. ആഹാ, നീ കണ്ടോ ജൂലി? എങ്ങനെയുണ്ട്? കൊള്ളാം കൊള്ളാം കൊള്ളാം. അല്ലെങ്കിലും നീ എന്റെ ശിഷ്യനല്ലേ? നിന്റെ ശിഷ്യനോ? ഓഹോ, വാമോനെ റോക്കി, വാ വാ വാ. നിക്കടി അവിടെ. ഓഹോ, അത്രയ്ക്കായോ? നിന്നെ ഇപ്പൊ ശരിയാക്കി തരാം. എന്റെ ദൈവമേ! അയ്യോ, അവളെ രക്ഷിക്കണം. ഹായ് ജൂലി, എന്തെങ്കിലും പറ്റിയോ നിനക്ക്? അല്ല, ഇതാര് കാർലോസോ? എന്താ ഇവിടെ? എന്തിനാ എന്നെ പിടിച്ചേ? എന്താ കാർലോസ്, എന്താ നീ ഇവിടെ? അത് ഞാൻ നോക്കുമ്പോ നീ താഴെ വീഴാൻ പോകുന്നു. നിന്നെ ഒന്ന് സഹായിക്കാമെന്ന് കരുതി. ഓ പിന്നെ, ഇയാൾ എന്നെ സഹായിച്ചില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. ഞാനും നിങ്ങളുടെ കൂടെ കൂടട്ടെ കൂട്ടുകാരെ. എന്താ, എന്തിനാ നിങ്ങൾ ചിരിക്കുന്നേ? പിന്നെ ചിരിക്കാതെ, ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ തമാശയല്ലേ കാർലോസ് ഇപ്പോ പറഞ്ഞത്? എനിക്ക് മനസ്സിലായില്ല. കാർലോസേ, നിന്നെ എങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടും? എന്തു പറ്റി? ഒന്നും പറ്റിയില്ല. പക്ഷെ കാർലോസേ, നിന്നെ ഞങ്ങൾക്ക് തീരെ വിശ്വാസമില്ല. എന്നൊക്കെ നിന്റെ കൂട്ടത്തിൽ ഞങ്ങൾ കൂടിയിട്ടുണ്ടോ അന്നൊക്കെ നീ ഞങ്ങൾക്ക് നല്ല പണിയും തന്നിട്ടുണ്ട്. എന്നെ ആർക്കും വേണ്ട. ഞാൻ എല്ലാവരിൽ നിന്നും ഒറ്റയായി. ഞാൻ അത്രയ്ക്ക് വലിയ പാപിയാണോ? ടീന, ഇന്ന് നമ്മൾ മദർ തെരേസയെ കുറിച്ച് പഠിച്ചില്ലേ സ്കൂളിൽ? അതെ അതെ, കേട്ടിട്ട് അത്ഭുതം തോന്നുന്നു ടോം. അതെ, ശരിക്കും. അവർ ശരിക്കും മാലാഖ തന്നെയാ അല്ലേ ടോം? എന്താ സംശയം? ആരോ കരയുന്ന ശബ്ദമല്ലേ കേൾക്കുന്നത്? അതെ ടോം. ആരായിരിക്കും അത്? വാ, നമുക്ക് അന്വേഷിക്കാം. അങ്ങോട്ട് നോക്കിയേ, അത് കാർലോസ് അല്ലേ? അതെ, കാർലോസ് തന്നെ. ഇയാൾ എന്തിനാ ഇവിടെ ഇരുന്ന് കരയുന്നേ? അത് സാരമില്ല, വാ നമുക്ക് കളിക്കാം. അല്ല ജിമ്മി, നമുക്ക് പോയി നോക്കാം. അവൻ അവിടെ ഇരുന്ന് കരയട്ടെ. എന്തിനാ ടോം വെറുതെ വയ്യാവേലി? വാ നമുക്ക് പോവാം. അങ്ങനെയല്ല ജിമ്മി, നാം എപ്പോഴും മറ്റുള്ളവരുടെ വിഷമം ചോദിച്ച് മനസ്സിലാക്കണം. നമ്മളെ കൊണ്ട് കഴിയുമെങ്കിൽ സഹായിക്കുകയും വേണം. അത് ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല ടീന. എന്തായാലും നമുക്ക് പോയി നോക്കാം. വരൂ. ഹായ് ടോം, ടീനയും ജിമ്മി ഉണ്ടല്ലോ കൂടെ. എന്താ 3 പേരും കൂടി? കാർലോസ് എന്തിനാ കരഞ്ഞത്? അത് ഒന്നുമില്ല. കാർലോസ്, നീ കാര്യം പറ. പറയൂ കാർലോസ്, എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ? അത് പിന്നെ ഞാൻ തനിച്ചായി. എന്റെ കൂടെ കൂട്ടുകൂടാൻ ആർക്കും ഇഷ്ടമില്ല. എല്ലാവർക്കും എന്നെ വെറുപ്പാണ്.
കാർലോസ് വിഷമിക്കണ്ട, ഞങ്ങളുടെ കൂടെ പോന്നോളൂ. എല്ലാവരും ഇനി കാർലോസിന്റെ കൂടി സുഹൃത്തുക്കളാണ്. ഇല്ല ടോം, ആർക്കും എന്നെ ഇഷ്ടമാവില്ല. എന്താ അങ്ങനെ പറഞ്ഞേ? അവരങ്ങനെ പറഞ്ഞോ? അതെ, പക്ഷേ സാരമില്ല. അങ്ങനെയല്ല, നമുക്ക് അവരെ എല്ലാവരെയും ഒരു പാഠം പഠിപ്പിക്കാം. അതെങ്ങനെ? ജിമ്മി, നീ ചെന്ന് എല്ലാവരോടും പറയണം, എന്റെ വീട്ടിൽ പുതിയ ഒരു തരം ടോയ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. അത് നല്ല രസമാണെന്നും കളിക്കാൻ ഉഗ്രനാണെന്നും ഒക്കെ. ആ ശരി ടോം, ഞാൻ പെട്ടെന്ന് പോയി എല്ലാവരോടും പറയാം. എന്താ ടോം, നിന്റെ പ്ലാൻ ഏത് കളിപ്പാട്ടത്തെ കുറിച്ചാ നീ പറയുന്നത്? നീ കണ്ടോ എന്റെ ഐഡിയ? വാ, ഇനി നമുക്ക് വീട്ടിൽ പോകാം. കാർലോസും വരൂ കൂടെ. ഇനി ഇവിടെ കാത്തു നിൽക്കാം. എല്ലാവരും ഇപ്പൊ എത്തും. ടോം, ജിമ്മി ഞങ്ങളോട് പറഞ്ഞല്ലോ ഒരു പുതിയ ടോയ് കിട്ടിയിട്ടുണ്ടെന്ന്. അതെ ടോം, ആ കളിപ്പാട്ടം വേഗം കൊണ്ടുവരൂ. കാണാൻ കൊതിയായിട്ട് മേലെ. അതെ, അത് കാണാൻ കൊതിയാവുന്നു. നമുക്ക് കളിക്കാൻ പറ്റിയത് തന്നെയാണോ ടോം? ക്ഷമിക്കണം കൂട്ടുകാരെ, പക്ഷേ ഈ ടോയ് ഞാൻ നിങ്ങളെ ആരെയും കാണിക്കില്ല. ഞങ്ങളെ കാണിക്കില്ലേ? അതെന്താ ടോം, ഞങ്ങളുടെ കൂടെ കളിക്കണ്ടേ? വേണ്ട, അത് എനിക്കും ടീനയ്ക്കും മാത്രം കളിക്കാനുള്ളതാണ്. ടോം, എന്തായാലും ഇത് വേണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും വന്ന സ്ഥിതിക്ക്. ഓഹോ, അപ്പോ ഇതായിരുന്നല്ലേ ടോമിന്റെ പ്ലാൻ. കൂട്ടുകാരെ, ഞാൻ നിങ്ങളെ ഒന്ന് അവഗണിച്ചപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം വിഷമമായി അല്ലേ? അതെ. അപ്പോൾ നിങ്ങൾ കാർലോസിന്റെ കാര്യം ആലോചിച്ചിട്ടുണ്ടോ? കാർലോസ് നിങ്ങളുടെ കൂടെ കൂടാൻ വന്നപ്പോൾ നിങ്ങൾ അത് വിലക്കി, അവനെ പരിഹസിച്ചു, ഒറ്റപ്പെടുത്തി. ടോം, അതു പിന്നെ ആരെയും നാം വിഷമിപ്പിക്കരുത് കൂട്ടുകാരെ. നാം വെറുക്കേണ്ടത് തെറ്റിനെയാണ്, തെറ്റ് ചെയ്ത ആളെയല്ല. നമ്മളെല്ലാവരും കൂട്ടുകാരാണ്. കാർലോസ് മാത്രം തനിയെ. അപ്പോ നമ്മളും അവന്റെ വിഷമം മനസ്സിലാക്കണം. ടോം, ഞങ്ങൾക്ക് മനസ്സിലായി. കാർലോസേ, ഇനി മുതൽ നീ ഞങ്ങളുടെയും കൂട്ടുകാരനായിരിക്കും. ഒറ്റപ്പെടലിന്റെ സങ്കടം ഇനി നിന്റെ മനസ്സിൽ വേണ്ട. അതെ കാർലോസ്, അതെ ടോം, ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയൊരു കാര്യം ഞങ്ങളെ പഠിപ്പിച്ചു തന്നതിന് വളരെ നന്ദിയുണ്ട്. അതെ ടോം, ഒറ്റപ്പെടുത്തലും അവഗണിക്കപ്പെടലും എത്ര വലിയ സങ്കടമാകുമെന്ന് ഇപ്പോ ഞങ്ങൾ മനസ്സിലാക്കുന്നു. ജൂലി പറഞ്ഞത് ശരിയാണ് ടോം, ഞങ്ങൾക്കെല്ലാവർക്കും വലിയ വിഷമമായി.
Tom and Tuna.